നമസ്കാരം, വേൾഡ് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കുവൈത്തിൽ കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദം കണ്ടെത്തി. തുർക്കിയിൽ നിന്നെത്തിയ കുവൈത്ത് പൗരനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കുവൈറ്റിലെത്തിയ ഉടനെ നടത്തിയ PCR പരിശോധനയിലാണ് കോവിഡിന്റെ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയത്. വിദേശ രാജ്യത്തു നിന്ന് കുവൈറ്റിലെത്തിയ യാത്രക്കാരന് ഡെൽറ്റ വകഭേദം കണ്ടെത്തിയെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കോവിഡ് എമർജൻസി കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ ഖാലിദ് അൽ ജാലറ ട്വീറ്റ് ചെയ്തിരുന്നു. യാത്രക്കാരൻ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് രാജ്യത്തു നിന്നോ വ്യക്തമാക്കാതെയുള്ള ട്വീറ്റ് ഏറെ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നോ വന്ന യാത്രക്കാരനായിരിക്കും രോഗബാധിതൻ എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുകയും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രവേശന അനുമതി നൽകിയതിന് എതിരെ കമന്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് യാത്രക്കാരൻ കുവൈറ്റ് പൗരനാണെന്നും തുർക്കിയിൽ നിന്നാണ് കുവൈറ്റിലേക്ക് വന്നതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുവൈത്തിൽ പ്രധാന ഹൈവേകളിൽ ഫുഡ് ഡെലിവറി ബൈക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ബൈക്ക് അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നടപടി. വിലക്ക് ഒക്ടോബർ 3 മുതൽ നിലവിൽ വരും. ഫസ്റ്റ് റിംഗ് റോഡ്, ഫോർത്ത് റിംഗ്, ഫിഫ്ത്ത് റിംഗ്, സിക്സ്ത് റിംഗ്, സെവൻത് റിംഗ്, 30-ാം നമ്പർ കിങ് അബ്ദുൾ അസീസ് റോഡ്, 40-ാം നമ്പർ കിങ് ഫഹദ് ബിൻ അബ്ദുൾ അസീസ് റോഡ്, 50-ാം നമ്പർ കിങ് ഫൈസൽ ബിൻ അബ്ദുൾ അസീസ് റോഡ്, 60-ാം നമ്പർ ഗസാലി റോഡ്, ജഹ്റ റോഡ്, ജമാൽ അബ്ദുൾ നാസർ ഫ്ലൈ ഓവർ, ഷൈഖ് ജാബിൻ പാലം എന്നീ റോഡുകളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഡെലിവറി കമ്പനികളുടെ ഫെഡറേഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും റോഡുകളിലെ ഡെലിവറി ബൈക്കുകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഡെലിവറി ബൈക്കുകളുടെ ബോക്സുകൾക്ക് പിന്നിൽ റിഫ്ലക്റ്റീവ് ലൈറ്റ് സ്ട്രിപ്പുകൾ സ്ഥാപിക്കാനും ആക്സസറി ബോക്സിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന റോഡുകളിൽ വിലക്ക് ഏർപ്പെടുത്തിയതിൽ കഫേ ഉടമകളുടെ യൂണിയനും ഡെലിവറി കമ്പനികൾക്കും പ്രതിഷേധമുണ്ട്. അതേസമയം ഗതാഗത വകുപ്പിന്റെ തീരുമാനം അനുസരിക്കണമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കാരണം ജനജീവിതം ദുസ്സഹമായ അഫ്ഗാനിസ്ഥാനിലേക്ക് ഖത്തർ ഭക്ഷണ വസ്തുക്കൾ കയറ്റി അയച്ചു. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെ 10,000 പേർക്കുള്ള സഹായമാണ് കാബൂളിലെത്തിച്ചത്. ഖത്തർ അയച്ച സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിമാനത്താവള പ്രവർത്തനം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സഹായ വസ്തുക്കളുമായി ഖത്തർ എയർവേസ് വിമാനം കാബൂളിലെത്തിയത്. അവശ്യ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെ 17 ടൺ സഹായ വസ്തുക്കളാണ് വിമാനത്താവളത്തിലെത്തിയത്. അരി, പഞ്ചസാര, ധാന്യപ്പൊടികൾ, ഉപ്പ്, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാര വസ്തുക്കൾ തുടങ്ങിയവയാണ് കാബൂളിലെത്തിച്ചത്. ഖത്തർ വികസന ഫണ്ട്, ഖത്തർ ചാരിറ്റി എന്നിവയുടെ ധനസഹായത്തോടെയാണ് സഹായ വസ്തുക്കൾ കയറ്റി അയച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഖത്തർ അംബാസിഡർ ഈദ് ബിൻ മുബാറക് അൽ ഗയാരിൻ വിമാനത്തെ സ്വീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ദുരിതബാധിതരായ 10,000 പേർക്ക് സഹായമെത്തിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് അറിയിപ്പ്. സഹായ വസ്തുക്കളുമായി ദിനേന അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാന സർവീസ് നടത്താൻ ആലോചിക്കുന്നതായും ഖത്തർ അധികൃതർ അറിയിച്ചു. കാബൂളിന് പുറമെ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കുള്ള ആഭ്യന്തര വിമാന സർവീസുകളും ഇതിനകം പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ തങ്ങളുടെ റെസിഡന്റ് കാർഡുകൾ ഇനി കാലാവധി കഴിയുന്നതിന് 15 ദിവസം മുമ്പ് പുതുക്കണം. പുതിയ റെസിഡൻസ് നിയമത്തിലാണ് ഈ നിർദ്ദേശം. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവിലൂടെയാണ് റെസിഡൻസ് നിയമം ഭേദഗതി ചെയ്തത്. ഇതനുസരിച്ച് ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ കാലാവധി തീരുന്നതിന് 15 ദിവസം മുൻപ് റെസിഡൻസി കാർഡ് പുതുക്കണം. നേരത്തെ കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ റെസിഡൻസി കാർഡ് പുതുക്കിയാൽ മതിയായിരുന്നു. കാരണമൊന്നും പറയാതെ പുതിയ കാർഡ് അനുവദിക്കാതിരിക്കാനും പുതുക്കി നൽകാതിരിക്കാനും അനുവദിക്കരുതെന്നും പരിഷ്കരിച്ച നിയമത്തിൽ പറയുന്നു. സിവിൽ സ്റ്റാൻഡ് നിയമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം 10 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്വദേശികൾക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദിയിലെ എണ്ണോൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. 14 വീടുകൾ ഭാഗികമായി തകർന്നു. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാം നഗരത്തിലേക്കാണ് മിസൈലും ഡ്രോണുകളും എത്തിയത്. നഗരത്തിനു മുകളിൽ വെച്ച് ഇവ സഖ്യസേന തകർത്തു. ഇവയുടെ അവശിഷ്ടം താഴെ പതിച്ചതോടെയാണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റത്. 14 വീടുകളിൽ നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ച രാത്രി 9:15 ശേഷം ജിസാറിലേക്കും നജ്റാനിലേക്കും ഡ്രോണുകളെത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ഡ്രോണുകൾ സൈന്യം തകർത്തു. പകൽ സമയത്തെത്തിയ 3 ഡ്രോണുകളും സഖ്യസേന തകർത്തിരുന്നു.
കഴിഞ്ഞയാഴ്ച അബ്ഹ വിമാനത്താവളത്തിലുണ്ടായ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. ഹൂതി ഭീകരർക്കെതിരെ തിരിച്ചടി ശക്തമാക്കുമെന്ന് സഖ്യസേന അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മക്കയിലെ വിശുദ്ധ ഹംറ പള്ളിയിൽ കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഖുർആൻ പഠന ക്ലാസുകൾ വീണ്ടും ആരംഭിച്ചു. 2 ഡോസ് വാക്സിൻ പൂർത്തിയായ പഠിതാക്കൾക്കാണ് ഈ അവസരം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 8 പേരടങ്ങുന്ന ബാച്ചുകളായാണ് പഠനം ആരംഭിക്കുക. വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഏർപ്പെടുത്തിയിരുന്ന സൗകര്യങ്ങളാണ് വീണ്ടും പുനരാരംഭിച്ചത്. മക്കയിലെ വിശുദ്ധ ഹറമിലാണ് ഖുർആൻ മനപ്പാഠത്തിനും പാരായണത്തിനുമായി വീണ്ടും ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചത്. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പഠനമാണ് 2 വർഷത്തിനു ശേഷം വീണ്ടും പുനരാരംഭിച്ചത്. മസ്ജിദുൽ ഹറമിലെ ഖുർആൻ പഠന സൗകര്യം വീണ്ടും നിബന്ധനകളോടെ ആരംഭിക്കുന്നതായി ഇരുഹറം കാര്യാലയ മേധാവി ബദർ അൽ മുഹമ്മദ് പറഞ്ഞു. 2 ഡോസ് വാക്സിൻ പൂർത്തിയാക്കിയ പഠിതാക്കൾക്കാണ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് അനുമതിയുള്ളത്. ആദ്യഘട്ടത്തിൽ 8 പേരടങ്ങുന്ന നിശ്ചിത എണ്ണം ബാച്ചുകൾക്കാണ് പഠനം ആരംഭിക്കുക. ദിവസത്തിൽ ഒറ്റ സെക്ഷൻ മാത്രമാണ് തുടക്കത്തിൽ അനുവദിക്കുക. വൈകിട്ട് 4 മുതൽ 8 മണി വരെയാണ് ക്ലാസുകൾ. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ വലിയ കുറവ് വന്നതും ഭൂരിഭാഗം പേരും കുത്തിവെപ്പ് പൂർത്തിയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളും ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. GCC രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് ബഹ്റൈൻ ക്വാറന്റൈൻ ഒഴിവാക്കി. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ സാഹചര്യത്തിൽ ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെടുവിച്ചു. സെപ്റ്റംബർ 3 മുതലാണ് ഇന്ത്യയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ബഹ്റൈൻ തീരുമാനിച്ചത്. ബഹ്റൈൻ പൗരന്മാർ, ബഹ്റൈനിൽ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർ, ബോർഡിംഗിന് മുമ്പ് വിസ ലഭിച്ച ഇന്ത്യക്കാർ എന്നിവർക്ക് ബഹ്റൈനിലേക്ക് വരാം. GCC രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള നെഗറ്റീവ് RT-PCR ടെസ്റ്റ് ആവശ്യമില്ല. ഇത്തരം യാത്രക്കാർക്ക് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലെ ഗ്രീൻ ഷീൽഡ് കാണിക്കണം. ബഹ്റൈനിൽ 2ാം ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവരെയാണ് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവരായി കണക്കാക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുമായ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പ് നടത്തിയ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന QR കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഓൺലൈൻ റിപ്പോർട്ടും കൗണ്ടറിൽ കാണിക്കുന്ന PDF റിപ്പോർട്ടും ഒരുപോലെയായിരിക്കണം. ബഹ്റൈനിൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ചും തുടർന്ന് 5-10 ദിവസങ്ങളിലും കോവിഡ് പരിശോധന നടത്തണം. വാക്സിൻ സ്വീകരിച്ചവർക്കും സ്വീകരിക്കാത്തവർക്കും ഇത് ബാധകമാണ്. അതേസമയം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് ആവശ്യമില്ല. 3 പരിശോധനകൾക്കായി 36 ദിനാറാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇത് മുൻകൂട്ടി അടയ്ക്കുകയോ വിമാനത്താവളത്തിലെ കിയോസ്കിൽ അടയ്ക്കുകയോ വേണം. ഇതിനാവശ്യമായ തുക യാത്രക്കാർ കരുതണം. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കഴിയണം. സ്വന്തം പേരിലോ അടുത്ത ബന്ധുവിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകൃത ഹോട്ടലിലോ ആയിരിക്കണം ക്വാറന്റൈൻ. താമസ സ്ഥലത്തിന്റെ രേഖ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കാൻ താലിബാനെ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ. പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബാജ്വ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. അഫ്ഗാനിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരാനുള്ള പോരാട്ടം പാകിസ്ഥാൻ തുടരും. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം രൂപീകരിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഖമർ ബാജ്വ ഡൊമിനിക് റാബിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാക് ഇന്റലിജൻസ് വിഭാഗം മേധാവി ജനറൽ ഫൈസ് ഹമീദ് കാബൂളിലെത്തിയിരുന്നു. സർക്കാർ രൂപീകരണമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ISI മേധാവിയും സംഘവും അഫ്ഗാനിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് പാക് സൈനിക മേധാവിയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. മുല്ല അബ്ദുൽ ഗനി ബറാദറിന്റെ നേതൃത്വത്തിൽ പുതിയ അഫ്ഗാൻ ഭരണകൂടത്തെ താലിബാൻ ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ സർക്കാർ രൂപീകരണം ഒരാഴ്ചത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിന് പിറകെയായിരുന്നു ഇത്. അഫ്ഗാനിൽ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം ഇത് 2ാം തവണയാണ് താലിബാൻ സർക്കാർ രൂപീകരണം നീട്ടിവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ഈ മാസം 22 മുതൽ 27 വരെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷമുള്ള മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. 2019 സെപ്റ്റംബറിലായിരുന്നു മോദിയുടെ അവസാന അമേരിക്കൻ സന്ദർശനം. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ തുടർ നിലപാട് എന്താകുമെന്ന് കാത്തിരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ
ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നാഹിയുമായി വെള്ളിയാഴ്ച ടെലിഫോണിൽ ചർച്ച നടത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച നേതാക്കൾ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. സാമ്പത്തിക വാണിജ്യ രംഗത്തിലെ ബന്ധവും നിക്ഷേപ രംഗത്തെ പരസ്പര സഹകരണവും കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചാ വിഷയമായി. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കുവൈത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കെ വിഷയത്തിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. കുവൈത്തിലേക്ക് വിമാന ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കുവൈത്തിലേക്ക് നേരിട്ടുള്ള സർവീസിന് നിലവിൽ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിക്കുകയോ ബുക്കിംഗ് ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എയർ ഇന്ത്യ കുവൈറ്റ് സെയിൽസ് ഓഫീസ് ട്രാവൽ ഏജൻസിക്ക് അയച്ച സന്ദേശത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവീസ് ആരംഭിക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. സർവീസിന് അനുമതി ലഭിക്കുകയോ സീറ്റുകൾ നിശ്ചയിച്ചു കിട്ടുകയോ ചെയ്താൽ മാത്രമേ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ എന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട അബുദാബിയിലെ സ്കൂളുകൾ വീണ്ടും സജീവമായി. പുതിയ അധ്യയന വർഷത്തിൽ അബുദാബിയിലെ സ്കൂളുകളിൽ 3.25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പുതിയ അക്കാദമിക് വർഷത്തിൽ ക്ലാസ് പഠനം സജീവമാക്കാനെടുത്ത തീരുമാനത്തിന് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റി ചൂണ്ടിക്കാട്ടി. 455 സർക്കാർ സ്കൂളുകളടക്കം ക്ലാസ് മുറികളിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു. 3,88,571 വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ എത്തിയെന്നാണ് കണക്ക്. കോവിഡ് മാനദണ്ഡം പാലിച്ചു 16,383 ക്ലാസ് മുറികൾ സജ്ജമായിരുന്നു. 28,681 അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് അബുദാബിയിൽ ക്ലാസ് പഠനം പുരോഗമിക്കുന്നത്. അബുദാബിയിൽ RT-PCR പരിശോധനയിൽ നെഗറ്റീവായ വിദ്യാർത്ഥികളെ മാത്രമാണ് സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആദ്യ മാസം 14 ദിവസം കൂടുമ്പോൾ വീണ്ടും കോവിഡ് പരിശോധന വേണം. വാക്സിൻ സ്വീകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറും പരിശോധനയുണ്ടാകും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിലെ പട്ഷീറിൽ 4 ജില്ലകൾ പിടിച്ചെടുത്തതായി താലിബാൻ. അതേസമയം പട്ഷീർ അതിർത്തിയായ ദാർഖണ്ഡ് മലനിരകൾ വരെ താലിബാൻ എത്തിയെങ്കിലും തുരത്തിയോടിച്ചെന്ന് വടക്കൻ സഖ്യം അവകാശപ്പെട്ടു. പൻഷീർ അതിർത്തിയായ ധാർബന്ദ് മലനിരകൾ വരെ താലിബാൻ എത്തിയെങ്കിലും തുരുത്തിയോടിച്ചെന്ന് വടക്കൻ സഖ്യം അവകാശപ്പെട്ടു. 600 താലിബാൻ ഭീകരരെ വധിച്ചുവെന്നാണ് സഖ്യസേന വക്താവ് ശനിയാഴ്ച അവകാശപ്പെട്ടത്. 1000 പേരെ പിടികൂടുകയോ കീഴടങ്ങുകയോ ചെയ്തുവെന്നും സഖ്യസേന വക്താവ് ഫഹീം ദസ്തി ട്വീറ്റ് ചെയ്തു. ബസാറഖിലേക്കുള്ള വഴിയിൽ ഉടനീളം സഖ്യസേന മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് നീക്കം ചെയ്യാനുള്ള കാലതാമസമാണ് മുന്നേറ്റം മന്ദഗതിയിലാക്കുന്നതെന്നുമാണ് താലിബാന്റെ അവകാശവാദം. ഇതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഖത്തറിലേക്കെത്തും. ജർമ്മനിയിലേക്കുള്ള യാത്രാമധ്യേ ഖത്തറിലെത്തുന്ന ബ്ലിങ്കൻ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുമോ എന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഒമാനിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധം. ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി. ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു. കുറഞ്ഞത് 1 മാസത്തെ കോവിഡ് ചികിത്സയ്ക്കുള്ള കവറേജ് ഉള്ളതാവണം ഇൻഷുറൻസ് എന്ന് സർക്കുലറിൽ പറയുന്നു. സ്വദേശികൾ ഒഴിച്ചുള്ള മുഴുവൻ യാത്രക്കാർക്കും ഈ നിബന്ധന ബാധകമായിരിക്കും. 5 റിയാൽ വരെയാണ് ഇൻഷുറൻസ് ചെലവ് വരിക. ഇൻഷുറൻസ് നിബന്ധനയെക്കുറിച്ച് അറിവില്ലാത്ത നിരവധി യാത്രക്കാർക്ക് വ്യാഴാഴ്ച കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രാനുമതി നിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സൗദി അറേബ്യയിൽ ആദ്യമായി വനിതകൾ സായുധ സൈന്യത്തിൽ ചേരുന്നു. പരിശീലനം പൂർത്തിയാക്കിയ വനിതാ സൈനികരുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി. ഈ വർഷം ഫെബ്രുവരിയിലാണ് വനിതകൾ അടക്കമുള്ളവർക്ക് സൈന്യത്തിൽ ചേരാനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. സായുധ സേനാ വിഭാഗത്തിലാണ് നിരവധി പേർ അപേക്ഷകരായി എത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ളവരാണ് പരിശീലനം പൂർത്തിയാക്കി രംഗത്തിറങ്ങിയത്. വ്യോമ, നാവിക, റോയൽ സൈനിക വിഭാഗത്തിൽ വനിതാ സൈനികർ പരിശീലനം നടത്തിവരുന്നുണ്ട്. മിസൈൽ ഓപ്പറേറ്റർ, മെഡിക്കൽ വിഭാഗം എന്നീ മേഖലയിലും സ്ത്രീകൾ അപേക്ഷ നൽകി പരിശീലനത്തിലാണ്. 21 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അവസരം. സായുധ സേനയുടെ വനിതാ കേഡർ വിഭാഗത്തിന്റെ ആദ്യ ബാച്ചിന്റെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് മേജർ ജനറൽ ആദിൽ അൽ ബലവിയാണ് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. യാത്രാവിലക്ക് നീക്കിയതോടെ UAE ഒമാൻ അതിർത്തികൾ കടന്ന് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ഒമാനിൽ നിന്ന് എത്തിയ ആദ്യ യാത്രക്കാരെ
സമ്മാനങ്ങൾ നൽകിയാണ് UAE അധികൃതർ വരവേറ്റത്. കോവിഡിന് ശേഷം ആദ്യമായാണ് UAE ഒമാൻ അതിർത്തി പൂർണ്ണമായും വിദേശ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്നത്. ആദ്യമായി കടന്നുവന്ന യാത്രക്കാർക്ക് അബുദാബി പോലീസ് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. യാത്രക്കാർക്ക് പൂച്ചെണ്ടുകളും സമ്മാനപ്പൊതികളും പോലീസ് കൈമാറി. അതിർത്തിയിൽ കോവിഡ് പരിശോധനയ്ക്കായി UAE അതിർത്തിയിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് GDRF അധികൃതരും അബുദാബി പോലീസും അറിയിച്ചു. ഒമാനിൽ നിന്നും UAEയിലേക്ക് വരുന്നതിന് 48 മണിക്കൂറിനകത്തെ PCR നെഗറ്റീവ് ഫലവുമായാണ് അതിർത്തി കടക്കേണ്ടത്. അതിർത്തി കടന്നാൽ UAEയിൽ പിന്നെയും PCR പരിശോധനയുണ്ടാകും. UAEയിൽ എത്തിയ ശേഷം ഇവർ 4-ാം ദിവസവും 8-ാം ദിവസവും PCR ടെസ്റ്റിന് വിധേയരാകേണ്ടി വരുമെന്നാണ് നിലവിലെ നിയമം. റോഡ് അതിർത്തികൾ തുറന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിനോദസഞ്ചാരവും ചരക്ക് ഗതാഗതവും കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.